ഈ ആരോ പറഞ്ഞു ഈ സാബുവിന് ശരിക്കും ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. ഇതൊക്കെ എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടി പോയി അവിടെ പെട്ടുപോയാണെന്ന്. അതെ സാറേ, ഞാൻ ഒരു കൊല്ലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ സെഞ്ചുറി അടിക്കും. എന്ന് വെച്ചാ ടെലിവിഷനിൽ. എത്ര കൊല്ലം? 20-ആം വയസ്സിലെ കണ്ട് കയറിയില്ലേ? ഞാന് ടെലിവിഷനിൽ വന്ന് പുളിയറക്കുണത്തൊക്കെ ഇറങ്ങുമ്പോഴ് സാബു ആ സൂര്യയുടെ വരാന്തയിലുണ്ട്. അതെ, അല്ല സാറ് ദൂരദർശനില്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ സാറിനെ കാണും. ദൂരദർശനിൽ തുടങ്ങി. അപ്പോ പിന്നെ ഞാൻ 24 വർഷമായി ടെലിവിഷൻ. 24 ഒരു വർഷം കൂടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാല് നമുക്ക് രജത ജൂബിലി ഒന്ന് ആഘോഷിക്കണം. ഒന്ന് ഞെട്ടിക്കണം നമുക്ക്. അതെ, അതിലെങ്കിലും നമുക്ക് തരികടകളൊന്നും ഇല്ല. നമ്മൾ ഞെട്ടിക്കും. പക്ഷെ എന്റെ സമയത്തുണ്ടായിരുന്നവരാരും ഇപ്പൊ ഇല്ല. അല്ല, ഈ ടെലിവിഷനിൽ അങ്ങനെ ഒരുപാട് നിൽക്കാൻ വലിയ പാടാ സാബു. കോമ്പറ്റീഷൻ കൂടി. കപ്പൊന്നും കിട്ടത്തില്ല. പക്ഷെ കപ്പില്ല, എനിക്ക് അങ്ങനെ കപ്പൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ 24 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. സാബുവിന്റെ ഈ താടിയൊക്കെ ഒരു രജനീകാന്ത് ചിത്രമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ചെറിയ കാര്യമാണോ? അതെ, ഞാൻ ഇപ്പോ നടക്കുന്ന ഷൂട്ടിംഗ് നടക്കുന്ന രജനി സാറിന്റെ വേട്ടയൻ എന്ന മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു നല്ല വേഷമാണോ കിട്ടിയത്? ഒരു ഏരിയയിലുള്ള വളരെ തല്ലുകൊള്ളുന്ന വേഷമൊന്നും അല്ലല്ലോ. അല്ലേ? എന്നെ പിന്നെ ഇലയിട്ടിരുന്നുണ്ടാൽ ആരെങ്കിലും വിളിക്കുവോ? അതോടെ പോവും. അല്ല, താടി കുറെ കാലമായി പെട്ടുപോയ സാർ. കാരണം ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ GV പ്രകാശിന്റെ വേറൊരു തമിഴ് സിനിമ കിട്ടി. ഇപ്പൊ തമിഴിലാണോ? ഫുൾ തമിഴാണ്. ഞാൻ 3 തമിഴ് സിനിമകളിൽ അഭിനയിച്ചു. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ തമിഴ് സിനിമയുടെ പ്രശ്നം, മലയാള സിനിമ പെട്ടെന്ന് തീരും. നമുക്ക് ഒരു കുറച്ച് സമയം എടുക്കും. തമിഴ് കുറച്ച് സമയം കാലങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. തമിഴ് പോയപ്പോഴേ രജനി സാറിനെ നേരിട്ട് കാണാൻ പറ്റിയോ? സാർ ഞാനായിട്ട് കോമ്പിനേഷൻ ഉണ്ടോ? സാർ എന്ത് പറഞ്ഞു സാബുവിനെ പരിചയപ്പെട്ടപ്പോ? ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞ രജനി സാറിനെ കണ്ടിട്ട് എന്റെ കൈയും കാലും മറിച്ചു പോയിരുന്നു. മറിച്ചോ? കാരണം പുള്ളിയുടെ ഒരു ഓറയും സാധനവും. പുള്ളി എന്നെ കണ്ടപ്പോ കസേരന്ന് ചാടി എണീറ്റ് ഞെട്ടിപ്പോയി കാണുമല്ലോ. ഞാൻ പറഞ്ഞു എന്റെ കൈകാലെല്ലാം നടുങ്ങുത് സാർ. പക്ഷെ അദ്ദേഹത്തോട് അടിച്ചിരിക്കാനുള്ള തമിഴ് കയ്യിലുണ്ടോ? ഞാൻ തമിഴ് അത്യാവശ്യം സംസാരിക്കും. എനിക്കറിയാവുന്ന ഒരു സാബു ഉണ്ട്. അതായത് തരികിട സൂര്യയിൽ അവതരിപ്പിക്കുന്ന സാബു, ചില പ്രാങ്കുകളെ ക്രിയേറ്റ് ചെയ്യുന്ന സാബു, ചില കുഴപ്പങ്ങളൊക്കെ ഒപ്പിക്കുന്ന സാബു. പക്ഷെ സാബു അതിൽ നിന്ന് മാറി മാന്യനൊക്കെ തീരുമാനിച്ചോ? നമ്മളൊന്നും സഹിക്കത്തില്ല കേട്ടോ സാറേ. അങ്ങനെ ഞാൻ മാറിയിട്ടില്ല. ഇല്ല, എനിക്ക് പേടിയാ സാബു മാറിക്കളയോന്ന്.